യേശുക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സ്നേഹം ഈ 10-ാം പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കട്ടെ. മകനേ, മകളെ, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനായാത്ര ഇന്ന് 10-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷേ കഴിഞ്ഞ 9 ദിവസങ്ങളിലും നീയൊഴുക്കിയ കണ്ണുനീരിന് വലിയ ഭാരമുണ്ടായിരിക്കാം. ഇനി എത്ര നാൾ കൂടി ഞാനിങ്ങനെ കാത്തിരിക്കണം എന്ന ചോദ്യം നിന്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടാകാം. എന്നാൽ ഒന്ന് ഓർക്കുക, 10 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ മാറുന്നതുപോലെ ഈ 10-ാം ദിവസം നിന്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ മാറാൻ പോകുകയാണ്. ഇത് വെറുമൊരു വീഡിയോ അല്ല, നിന്റെ നിശബ്ദമായ കരച്ചിലുകൾക്ക് ദൈവം നൽകുന്ന പരസ്യമായ ഉത്തരമാണ്. അതുകൊണ്ട് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം നിന്റെ സകല ഭാരങ്ങളും എന്റെ സന്നിധിയിലിറക്കിവെച്ച് ഹൃദയം തുറന്ന് ഈ വാക്കുകൾക്ക് കാതോർക്കുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വാചകം നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. നിന്റെ 3 കോടിയുടെയോ 50 ലക്ഷത്തിന്റെയോ 40 ലക്ഷത്തിന്റെയോ ഒക്കെ വലിയ കടബാധ്യതകൾ കണ്ടിട്ട് ലോകം പറയുന്നുണ്ടാകാം ഇത് അസാധ്യമാണെന്ന്. 17 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത നിന്റെ അവസ്ഥ കണ്ട് വൈദ്യശാസ്ത്രം പറയുന്നുണ്ടാകാം ഇത് അസാധ്യമാണെന്ന്. എന്നാൽ സ്വർഗം ഇന്ന് നിന്നോട് പറയുന്നു, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈ വചനത്തോട് ചേർന്ന് ഒരു യഥാർത്ഥ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വർഷങ്ങൾക്ക് മുൻപ് കഠിനമായ സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു. കടം വീട്ടാൻ വഴിയില്ലാതെ അവർ തങ്ങളുടെ ആകെയുള്ള വീട് വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാസങ്ങളോളം ശ്രമിച്ചിട്ടും ആരും ആ വീട് വാങ്ങാൻ വന്നില്ല. ബാങ്ക് ജപ്തി നടപടികൾ തുടങ്ങി. ആ കുടുംബത്തിലെ അമ്മ ഓരോ ദിവസവും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ആ വീട്ടിലേക്ക് ഒരു അപരിചിതൻ വന്നു. അയാൾ ആ വീട്ടിന്റെ പരിസരത്തുള്ള ഒരു വലിയ പ്രോജക്റ്റിനു വേണ്ടി സ്ഥലം അന്വേഷിച്ചു വരികയായിരുന്നു. ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ 3 ഇരട്ടി തുക നൽകി അയാൾ ആ സ്ഥലം വാങ്ങി. അവരുടെ കടങ്ങൾ തീർന്നു എന്ന് മാത്രമല്ല, അവർക്ക് അതിനേക്കാൾ നല്ലൊരു വീട് പണിയാനുള്ള പണവും ലഭിച്ചു. നമ്മൾ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തളർന്നു നിൽക്കുമ്പോൾ ദൈവം നമുക്കായി അപ്രതീക്ഷിതമായ വാതിലുകൾ തുറക്കും എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന സങ്കടങ്ങൾ ഇന്ന് നമ്മൾ ഒരൊറ്റ ഹൃദയമായി ദൈവത്തിനു മുൻപിൽ സമർപ്പിക്കുകയാണ്. 43 വർഷമായി വാടക വീട്ടിൽ കഴിഞ്ഞ് സ്വന്തമായൊരു വീട്ടിനായി കൊതിക്കുന്നവർ, 35 വർഷത്തെ പ്രവാസത്തിന് ശേഷവും സുരക്ഷിതമായൊരു ഇടമില്ലാതെ കഷ്ടപ്പെടുന്നവർ, പണി പകുതി വഴിയിൽ തടസ്സപ്പെട്ട വീട്ടിനെ ഓർത്ത് സങ്കടപ്പെടുന്നവർ, നിങ്ങൾക്കായി ദൈവം ഒരു വഴിയൊരുക്കും. ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങാനും പ്ലൈവുഡ്, ടിമ്പർ ബിസിനസ്സുകളിൽ പുതിയ ബന്ധങ്ങളുണ്ടാവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കോടതി കേസുകളിൽ നീതിയുള്ള വിധി ലഭിക്കട്ടെ. വഞ്ചനയിലൂടെ പണം തട്ടിയെടുത്തവർ അത് തിരികെ നൽകാൻ ദൈവം ഇടയാക്കട്ടെ. നഷ്ടപ്പെട്ട സ്വർണവും നഷ്ടപ്പെട്ട പാസ്പോർട്ടും തിരികെ ലഭിക്കാനായി നമ്മൾ ഇന്ന് ഒത്തൊരുമിച്ച് അപേക്ഷിക്കുന്നു. രോഗത്താൽ വലയുന്നവർ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അമ്മയുടെ വിട്ടുമാറാത്ത തലകറക്കം, അച്ഛന്റെ ശ്വാസം മുട്ടൽ, മകളുടെ കാലിലെ വളവ്, കുഞ്ഞിന്റെ കണ്ണിന്റെ അസുഖം, ഹൈ കൊളസ്ട്രോൾ, മൈഗ്രെയിൻ, ഈ വേദനകളെല്ലാം യേശുവിന്റെ മുറിവുകളോട് ചേർത്ത് വെക്കാം. സ്പൈനൽ ഇഞ്ചുറി കാരണം വാക്കറിൽ നടക്കുന്ന സഹോദരൻ ഒരു സഹായം കൂടാതെ നടക്കാൻ ദൈവം കൃപ നൽകട്ടെ. വെള്ളപ്പാണ്ട് ബാധിച്ച മകനും നടുവേദനയാൽ കഷ്ടപ്പെടുന്നവരും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ അനുഭവിക്കുന്നവരും ഇന്ന് ദൈവത്തിന്റെ സ്പർശനം അറിയട്ടെ. തെലുങ്കാനയിൽ അപകടത്തിൽ കൈകൾ നഷ്ടപ്പെട്ട സുഹൃത്തിന് ആവശ്യമായ സഹായമെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അശ്ലീല സ്വപ്നങ്ങൾ കണ്ട് അസ്വസ്ഥരാകുന്നവർക്ക് ആ മാനസിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ,
ഈ 10-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. കോടികളുടെ കടഭാരത്താൽ തകർന്നുപോയ കുടുംബങ്ങളെ നീ അത്ഭുതകരമായി ഉയർത്തണമേ. ജപ്തി ഭീഷണികൾ നീക്കിക്കൊടുക്കണമേ. വീടും സ്ഥലവും വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് പുതിയ വഴികൾ തുറന്നു നൽകണമേ. രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്നവർക്കും ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവർക്കും ഈ നിമിഷം അങ്ങയുടെ സൗഖ്യം ലഭിക്കട്ടെ. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മക്കൾക്ക് ഒരു തലമുറയെ നൽകി അനുഗ്രഹിക്കണമേ. മദ്യപാനത്തിനും പുകവലിക്കും അടിമപ്പെട്ടവരുടെ ഹൃദയം നീ മാറ്റണമേ. കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും നിറയ്ക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശയാത്രയ്ക്കായി തടസ്സങ്ങൾ നേരിടുന്നവർക്കും അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പരീക്ഷാഫലങ്ങൾക്കായി കാത്തിരിക്കുന്ന മക്കൾക്ക് സന്തോഷം നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സഹായം ലഭിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ നിറയ്ക്കപ്പെടും. ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്ന മകൾക്ക് നീ വാതിൽ തുറന്നുകൊടുക്കണമേ. വിദേശത്ത് നഴ്സിംഗ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കും എംകോം ഫലം കാത്തിരിക്കുന്നവർക്കും വിജയം ലഭിക്കട്ടെ. ഇന്ന് 25-ാം ജന്മദിനം ആഘോഷിക്കുന്ന മനുവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി അനുയോജ്യമായ പങ്കാളികളെ ലഭിക്കാൻ ദൈവം വഴിയൊരുക്കും. 47 വയസ്സായ മകളുടെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അമ്മയോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ സമയം അതിക്രമിച്ചിട്ടില്ല. അവൻ എല്ലാം ഭംഗിയായി നടത്തും. നമ്മൾ ഈ യാത്രയിൽ പരസ്പരം കൈപിടിക്കണം. നിന്റെ സങ്കടം നീ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അത് നിന്റെ മാത്രം സങ്കടമല്ല, നമ്മുടെ ഈ കൂട്ടായ്മയുടെ കൂടി സങ്കടമാണ്. അന്യോന്യം പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സ്നേഹവലയമായി നമ്മൾ മാറണം. നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മൊബൈൽ അഡിക്ഷനിൽ നിന്നും നമ്മുടെ മക്കളെ ദൈവം സംരക്ഷിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്റെ ഉള്ളിൽ ഒരു പുതിയ ബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പകർന്നു നൽകുക. നിരാശപ്പെടരുത്, നീ ഒറ്റയ്ക്കല്ല. ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെയും കൃത്യം 6 മണിക്ക് തന്നെ 11-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന സമാധാനം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.